തെറ്റ് തിരുത്തി തെറ്റാണ് സംഭവിച്ചത് എന്ന് തിരുത്തേണ്ട സമയത്താണ് ഉണ്ണിസാറെ രക്ഷാപ്രവർത്തനം സൂപ്പറാണ് എന്ന് വീണ്ടും പറയുന്നത്. ആ രക്ഷാപ്രവർത്തനത്തെയാണ് ജനം ഇങ്ങനെ കഴിഞ്ഞ 7 മാസമായിട്ട് ഇങ്ങനെ തേച്ചൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പാർട്ടി അതിന് സംഭവിച്ചിട്ടുള്ള അപജയങ്ങൾ അല്ലെങ്കിൽ സംഭവിച്ചിട്ടുള്ള വീഴ്ചകൾ അതെന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളോടുള്ള കണക്ട് മെച്ചപ്പെടുത്താനായിട്ട് ഒരു ശ്രമം നടത്തേണ്ട സമയത്താണ് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറയുന്നത് ഞാൻ കണ്ട കാര്യം അന്നും എന്നും പറയും. അപ്പോൾ അന്ന് കണ്ടത് ഇതുവരെ ഇങ്ങേർക്ക് മനസ്സിലായില്ലേ, ഇദ്ദേഹത്തിന് മനസ്സിലായില്ലേ എന്ന് ജനം തിരിച്ചു ചോദിക്കും. മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. അതായത് നമ്മുടെ വീട്ടിലൊക്കെ തത്തയെ വളർത്തുന്നുണ്ടെങ്കിൽ അറിയാം, തത്ത നമ്മൾ എന്താണോ പറയുന്നത് അത് റിപ്പീറ്റ് ചെയ്യും, വീണ്ടും അത് തന്നെ പറയുള്ളൂ, തത്ത മാറ്റത്തേ ഇല്ല, അതേ സെന്റൻസ് ആയിരിക്കും തത്ത പറയുന്നത്. അപ്പോൾ ഈ തത്ത പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തത്തയെ പതുക്കെ ആ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് അങ്ങ് ഇറക്കി വിടുക എന്നുള്ളതല്ലാതെ വേറൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരെ അല്ലെങ്കിൽ പാർട്ടിക്ക് നേരെ എന്ത് തീരുമാനം എടുക്കണമെന്നുള്ളത് ജനങ്ങൾക്ക് വിടുന്നു. വിശകലനത്തിന്റെ തുടർച്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ ദാസനാണ് എന്ന് ഒരാൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ജനം ഇപ്പോൾ തിരിച്ചു ചോദിക്കുന്നതാണ്. ദാസനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വിജയ, ജനങ്ങൾക്ക് കൂടി ഞങ്ങൾക്ക് കൂടി അത് തോന്നണം എന്ന് പിണറായി വിജയനോട് ജനം തിരിച്ചു പറയുകയാണ്. ദാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവിക്കുന്നവനാണ്, അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ഒരാളാണ്, ജനങ്ങളുടെ മുന്നിൽ വിനീത വിധേയനായി നിൽക്കുന്ന ഒരാളാണോ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ? എനിക്ക് തോന്നിയിട്ടില്ല. അതല്ല ഉദ്ദേശം. ജനങ്ങൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരം പറയാൻ അധികമൊന്നും ആലോചിക്കേണ്ടി വരുന്നില്ല. അങ്ങനെ ഒരു ദാസനെ പോലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കേരളത്തിലെ ഏതെങ്കിലും ഒരാൾക്ക് തോന്നിയിട്ടുണ്ടാകുമോ? ഒരിക്കലുമില്ല. കാണാത്ത കാര്യം, അദ്ദേഹത്തിന് ഇരുന്ന സീറ്റ്, ആ വാഹനം ഒക്കെ മുന്നോട്ട് പോയതിനു ശേഷമാണ് ഇപ്പുറത്ത് പൂച്ചട്ടി രക്ഷാപ്രവർത്തനം, ഹെൽമെറ്റ് അടിയൊക്കെ നടക്കുന്നത്. നിങ്ങൾ തന്നെയാണ് വീണ്ടും കൊളാബറേറ്റ് ചെയ്യുന്നത്. ഈ മഹേഷിന് ആ കാണാത്ത കാര്യം, നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ കാണാത്ത കാര്യം ദൃശ്യങ്ങളായി മുന്നിലുണ്ടല്ലോ. അങ്ങയുടെ മുന്നിൽ ഇതുവരെ ആ ദൃശ്യം എത്തിയിട്ടില്ല, അങ്ങ് അത് ഇതുവരെ കണ്ടിട്ടില്ല എന്നൊന്നും ദയവ് ചെയ്ത് പറയരുതേ. ും ചോദിക്കും, ആയാലും തെറ്റിന് നേരെ തെറ്റാണ് എന്ന് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു നേതാവാവുകയുള്ളൂ. ആ നേതൃഗുണം പിണറായി വിജയൻ ഇന്ന് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നിയമസഭയിൽ നമ്മൾ കണ്ടത്. അതായത് വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് എന്തിനാണ് നുണ പറയുന്നത്? അതാണ് എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്. ഇത്രയും കഷ്ടപ്പെട്ട് നിയമസഭയിലൊക്കെ വന്ന് നുണ പറയുന്നത് എന്തിനാണ്? അതൊന്നും സാരമില്ല. ഞാൻ പോകുന്നു. ബൈ ബൈ.